നമ്മൾ ലങ്കാവി വന്ന ആദ്യ ദിവസം ആകെ തിരക്കായിരുന്നു. കാര്യം 4 മണിയായപ്പോഴാണ് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് എത്തിയത് നമ്മുടെ ഹോട്ടലിലോട്ട്. അത് കഴിഞ്ഞ് 2 മണിക്കൂറിനുള്ളിൽ അസ്തമനം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട്, ഇരുട്ടുമെന്നുള്ളത് കൊണ്ട് നമ്മൾ നേരെ ബീച്ചിലോട്ട് പോവുകയും അതുപോലെ തന്നെ ബീച്ച് ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ റിസോർട്ടും ഒരു ഭാഗങ്ങളൊന്നും കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മാലിബെസ്റ്റോ എന്ന് പറഞ്ഞ റിസോർട്ട് തൊട്ട് പുറകിൽ അതിൻ്റെ ബീച്ച് സൈഡ് വില്ലകളും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു റിസോർട്ടാണ്. ആർക്കും വന്ന് താമസിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കുറ്റം പറയാൻ പറ്റാത്ത ഒരു നല്ലൊരു സ്പോട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഓവർ ബുക്ക്ഡാണ് ഓൾ ദ ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിങ് ഈ ഒരു ഭാഗത്ത് ഉള്ളിൽ കിട്ടുക എന്ന് പറയുന്നത് ശ്രമകരമാണ്. അതുകൊണ്ട് അവർ തന്നെ പറഞ്ഞ് അവരുടെ പ്രോപ്പർട്ടിയാണ് ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമ്മൾ മുമ്പേ അവിടെ കണ്ടത്. ആ റെസ്റ്റോറൻറ്റ് ബാക്കിലത്തെ ആ ഒരു ഭാഗത്താണ് നമ്മൾ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തത്. അതിന് ശേഷം നമ്മൾ നമ്മളുടെ ആ ഒരു റൂം ഒക്കെ ബുക്ക് ചെയ്ത് നമ്മൾ നേരെ നമുക്ക് കിട്ടിയ ഷെലെ പോലത്തെ 2 വില്ലാസാണ്. ചെറിയ ഹട്ട് പോലുള്ള 2 ഇൻഡിപെൻഡൻറ്റ് റൂംസാണ് നമുക്ക് കിട്ടിയത്. ലങ്കാവിയിൽ നിന്നുള്ള ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പോകാനുള്ളത് കേബിൾ കാർ കാണാനാണ്. പിന്നെ അതുപോലെ തന്നെ മാംഗ്രൂവ് എന്ന് പറയുന്ന ആ ഒരു ഐലൻഡ്, ആ ഒരു ഭാഗം കാണാനും അതുവഴി ബോട്ടിലൊക്കെ പോകാനും ഒക്കെയുള്ള ഒരു ട്രിപ്പാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ കാണുന്ന ആ ഒരു കടൽ തീരത്തിനോട് ചേർന്നുള്ള ഒരു ഹട്ട് മോഡൽ റിസോർട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 2 ദിവസത്തെ ഹോട്ടൽ സ്റ്റേ. മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു ക്ലൈമറ്റും അതുപോലെ തന്നെ നമുക്ക് കാണാൻ ഭംഗിയുള്ള പ്ലേസുമാണ് ഈ ലങ്കാവിയിലെ ഈ കടൽ തീരം. നമുക്ക് ഇനിയുമുള്ളത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് കേബിൾ കാർ കാണാനാണ്. ലങ്കാവിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് കേബിൾ കാറും അതുപോലെ തന്നെ ആ ഒരു ഉയരത്തിലുള്ള ആ ഒരു സ്കൈ ബ്രിഡ്ജും ഒക്കെ. അപ്പം ഇവിടുന്ന് 1.5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. അപ്പം നേരെ നമ്മൾ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നേരെ നമ്മളുടെ ലക്ഷ്യം ഡ്രൈവ് ചെയ്ത് കേബിൾ കാറിൻ്റെ ഭാഗത്തോട്ട് പോകുക എന്നുള്ളതാണ്. ഈ കാണുന്ന സറൗണ്ടിങ് ഒക്കെ ഈ പറയുന്ന റിസോർട്ടിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ തൊട്ട് മുന്നിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന അതും റിസോർട്ടിൻ്റെ ഭാഗം തന്നെയാണ്. ഇത് ക്രോസ് ചെയ്ത് നമ്മൾ വെള്ളോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്ന പല റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ബാറുകളും പിന്നെ പല പല സൊവനീർ ഷോപ്പുകളും ചെറിയ ചെറിയ മിനി മാർക്കറ്റ് നമ്മളുടെ എല്ലാ ഭാഗത്തും മലേഷ്യയിലും തായ്ലൻഡിലും ഒക്കെ വന്ന് കാണുന്ന ആ ഒരു 7-Eleven എന്ന് പറയുന്ന ആ മാർക്കറ്റും ഒക്കെ കാണാം. രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് തിരികെ നേരെ പോവുകയാണ് സ്കൈ ബ്രിഡ്ജ് കാണാൻ. കടകളെല്ലാം അടവാണ്. ഇനി ഇതൊക്കെ തുറക്കണമെന്നുണ്ട് ഒരു 10-10:30 ആകും. കാര്യം ഇവിടെ കൂടുതലും ടിൽ 12 o'clock വരെ ഇവരെ തുറന്ന് വെച്ചിട്ടുണ്ടെല്ലാം. അണ്ണന്മാർ വന്നിട്ട് പൊക്കിക്കൊണ്ട് പോകാനുണ്ട് ഇവിടെ പാർക്ക് ചെയ്തതിന്. ഞാൻ ഇന്നലെ അതാണ് ഇവിടെ ഇടാഞ്ഞത്. നമ്മളിപ്പോൾ ലങ്കാവിലെ ഒരു മേജർ റോഡിൽ കൂടെ ഇങ്ങനെ പോവാണ്. മലേഷ്യ പൊതുവെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ കേരളത്തിൻ്റെ ഒരു ലുക്ക്, കമുക്, തെങ്ങ് എല്ലാം ഉണ്ട് ഇവിടെ. കാണുന്നത് പോലീസ്, ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ക്വാർട്ടേഴ്സ്, ഹെഡ് ക്വാർട്ടേഴ്സ്, അവരുടെ ഓഫീസുകൾ, ഇതൊക്കെ അവരുടെ ഹൗസിങ് ഏരിയയാണ്. നല്ല രസത്തിൽ അവർക്ക്
സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതാ അവിടെ ഒരു പള്ളിയുണ്ട് സെൻറ്ററിൽ തന്നെ, നല്ല രസത്തിൽ അവർ പണിതിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും മിലിറ്ററിക്കൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോലീസിന് ഇത്ര സെറ്റപ്പിലുണ്ടോയെന്ന് അറിയില്ല. കണ്ടോ, ഓരോ എ വിങ്, ബി വിങ്, സി വിങ്, ഇതെല്ലാം ആ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഭാഗമാണ്. പഴയ ബ്രിഡ്ജ്. നമ്മുടെ യാത്ര അങ്ങനെ തുടരുകയാണ്. ഓരോ ലങ്കാവിയിലെ ചെറിയ ചെറിയ റോഡുകളും അതുപോലെ ഗ്രാമങ്ങളൊക്കെ കവർ ചെയ്തിട്ട് നമ്മുടെ യാത്ര നേരെ പോകുന്നത് ഇപ്പോൾ ഈ പറയുന്ന ആ സ്കൈ ബ്രിഡ്ജ് ലക്ഷ്യമാക്കിയാണ്. ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂറാണ് നമ്മൾ ഉദ്ദേശിച്ചത്. 3/4 മണിക്കൂർ, 1 മണിക്കൂറോളം നമ്മൾ റിസോർട്ടിൻ്റെ അവിടുന്ന് ഈ പറയുന്ന സ്കൈ ബ്രിഡ്ജിൻ്റെ അവിടം വരെ ദൂരമുണ്ട്. ലങ്കാവിയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ സ്കൈ ബ്രിഡ്ജും പിന്നെ അതുപോലെ തന്നെ വാട്ടർ സ്പോർട്സ്, ഈ ബീച്ചിലുള്ള എൻ്റർടൈൻമെൻറ്റുമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഇവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കും കാണാൻ നമുക്ക് റെക്കമെൻഡബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു ടവർ ഉണ്ട്. ആ ഒരു ടവറും അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ. പക്ഷേ 2 ദിവസം അല്ലെ 3 ദിവസം മാക്സിമം ലങ്കാവിയിൽ വന്ന് നിൽക്കാനും ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയ സ്ഥലമാണ്. പ്രത്യേകിച്ച് ബീച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടുത്തെ ബീച്ച് അത്ര നൈസ് ബീച്ചാണ്. ഇവിടെ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ വരാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഒരു സെപ്റ്റംബർ ഇല്ലെങ്കിൽ ഒക്ടോബർ, ആ ഒരു റേഞ്ച്. ഒക്ടോബർ, നവംബർ ആ ഒരു സമയം മുതൽ ഏപ്രിൽ വരെയാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ഇവിടെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് റിസോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. വെതറും നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത വെതറും കിട്ടും. അതുപോലെ വലിയ ക്രൗഡും കാണത്തില്ല. ക്രൗഡൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എല്ലായിടത്തും നമുക്ക് ബാർഗെയിനിങ്ങിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് കുറയും. കാര്യം അവർക്ക് ഒത്തിരി ടൂറിസ്റ്റുകളുള്ളപ്പോൾ ഭയങ്കര റേറ്റ് കൂടും എല്ലാത്തിനും. ഇപ്പം നമുക്കിപ്പോൾ ഒരു ജെറ്റ് സ്കി വന്നിട്ട് ഒരു 3-4 മണിക്കൂറത്തേക്ക് ഒരു 400-500 റിങ്കറ്റിന് കിട്ടുന്നത് അന്നേരം 1000-1500 റിങ്കറ്റിലോട്ടൊക്കെ മാറും. അത്രയ്ക്കും വ്യത്യാസം വരും. ഹോട്ടൽ റേറ്റൊക്കെ മാറും. അതാണ് നമ്മൾ ഏത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകാൻ ഒരു ട്രാവൽ ഉദ്ദേശിച്ചാലും എപ്പോഴും നമ്മൾ അതിൻ്റേതായ ബെസ്റ്റ് റേറ്റ് നോക്കി വേണം പോകാൻ. അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഇഷ്ടംപോലെ പൈസ പൊട്ടും. ലങ്കാവി നമ്മളതിൻ്റെ പാർക്കിങ്ങിലെത്തി. നമ്മളങ്ങനെ സ്കൈ ക്യാബുള്ള ലങ്കാവിയുടെ ആ ഒരു കാർ പാർക്കിങ്ങിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ മുകളിലോട്ട് പോകാം. പാർക്കിംഗ് എല്ലാം ക്യാഷ് അവിടെ കൊടുക്കണ്ട, എല്ലാം ആപ്പിൽ കൂടെ പേ ചെയ്താൽ മതി. ടിക്കറ്റ് ഇല്ല അതിനൊന്നും. ജസ്റ്റ് കയറി പോവുക, ആപ്പ് ഓൺ ആക്കുക, അതിനകത്തൂടെ പേ ചെയ്യുക പാർക്കിംഗ് ഫീ ഒക്കെ. ഓറിയൻ്റൽ വില്ലേജ്, ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. സ്പെഷ്യൽ ഓഫർ, ബൈ 3 ഫ്രീ 1. എന്താ സംഭവം എന്നറിയില്ല. റിച്ച്മണ്ട് കോഫി. കാശ്മീർ. ഒത്തിരി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉണ്ട്. കാര്യം ലോഡ് ഓഫ് ഇന്ത്യൻസ് ഇവിടെ ഇങ്ങനെ വിസിറ്റേഴ്സ് ഉണ്ട്, ടൂറിസ്റ്റ്. അതിൻ്റേതായ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ട്. എടുക്കാൻ വേണ്ടി നമ്മൾ പോവുക, ടിക്കറ്റ് കൗണ്ടർ നോക്കി. കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. ഡോമിലോട്ട് പോകുന്ന ആ പ്ലേസിലെ ക്യൂ ആണിത്, കണ്ടോ. ആ കാണുന്നിടത്തോടാണ് നമ്മൾ പോകാൻ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത്. ഈ കേബിൾ കാർ കയറി ടിക്കറ്റിംഗ് കൗണ്ടർ. നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇവിടെ എന്താ 3D ആർട്ട് ഗാലറി എന്തോ സംഭവം അങ്ങനെ ഒരെണ്ണം കണ്ടു. പിന്നെ ഇവിടെ തന്നെ എൻ്റർടൈൻമെൻറ്റ് കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഈറ്റ്, ഡ്രിങ്ക്,
ആ എൻജോയ്മെൻ്റാണ് മോസ്റ്റ്ലി ഇവിടെ ഉള്ളത്. അതെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെയുണ്ട് 7-Eleven, 1-2 ഷോപ്പ് കണ്ടായിരുന്നു. ടിക്കറ്റ് ഫെയർ ആണ്. സ്കൈ ക്യാബിൽ കയറാൻ വേണ്ടിയുള്ള ടിക്കറ്റ് ഫെയർ ആണ്. അഡൽറ്റിന് 85 മലേഷ്യൻ റിങ്കറ്റ്, കിഡ്സിന് 65. പിന്നെ വേറെ ഉണ്ട്. അടുത്തത് 121-91. വേറൊരു കോംബോ കാണിച്ചിരുന്നു 112 ആൻഡ് 82. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആപ്പിൽ കൂടെ എടുക്കുകയാണെങ്കിൽ കുറവുണ്ടാവും എന്നുള്ളതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ടിക്കറ്റ് കിട്ടി. നമ്മളങ്ങനെ പോവുകയാണ്, അകത്തോട്ട് കയറാൻ പോവുകയാണ്. അങ്ങനെ കേബിൾ കാറിൻ്റെ ഉള്ളിലോട്ട് കയറാം. അവിടെ ഉണ്ട്. നമുക്ക് സ്കൈ ക്യാബിൻ്റെ ഫോട്ടോ എടുക്കാം. ഇവർ ഫോട്ടോ എടുത്ത് തരും. ഇവിടെ നിന്ന് നമ്മുടെ ഫോട്ടോ എടുക്കും. എന്നിട്ട് അത് വെളിയിറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ പേ ചെയ്താൽ മതി. നമ്മളങ്ങനെ ഈ ഒരു ക്യൂയിൽ നിൽക്കുകയാണ്. ഈ സ്കൈ ബ്രിഡ്ജാണ് ലോകത്തിലെ വൺ ഓഫ് ദ സ്റ്റീപ്പസ്റ്റ്, ഇങ്ങനെ കുത്തനെ കയറി പോകുന്ന, അതുപോലെ ലോങ്ങസ്റ്റ് കെയർ സസ്പെൻഷനുള്ള ബ്രിഡ്ജ് വിത്ത് സിംഗിൾ പൈലൻ ബിൽറ്റ് ഇൻ 2004. അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്കൈ ബ്രിഡ്ജ് തന്നെയാണ്. പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ടൂർ പാക്കേജിനകത്ത് കാണും ഓട്ടോമാറ്റിക്കലി. കാര്യം ഇത് വൺ ഓഫ് ദ വെരി ഇൻട്രസ്റ്റിംഗ് പ്ലേസ് ആണ് ടൂറിൻ്റെ, സ്പെഷ്യലി ലങ്കാവി ടൂറിൻ്റെ പാക്കേജിലുള്ളത്. നമ്മൾ ഒറ്റയ്ക്ക് വരുവാണേലും നമുക്ക് വളരെ വെരി അഫോർഡബിൾ പ്രൈസിൽ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ഇവിടെ ഒറ്റയ്ക്ക്. അതിനിപ്പം ടൂർ പാക്കേജ് വേണമെന്നൊന്നുമില്ല. കുറച്ച് സ്റ്റഡി ചെയ്ത് വേണം വരാമെന്ന് മാത്രം. എന്തൊക്കെ കാണണം, എവിടെയൊക്കെ കാണണം എന്നൊക്കെ നോക്കിയിട്ട് ഒറ്റയ്ക്ക് കയറി വരാം. റെൻ്റെക്കാർ എടുക്കാം. റെൻ്റെക്കാറിനൊക്കെ ഒരു 4000 രൂപ 5000 രൂപ നമുക്ക് 2 ദിവസത്തേക്ക് റെൻ്റെക്കാർ കിട്ടും. അഫോർഡബിളാണ്. ഹോട്ടൽ കിട്ടും, ഡിപ്പെൻസാണ്. 4000 മുതൽ 2000, 4000, 5000, 6000 അങ്ങനെ മേലോട്ട് ഹോട്ടൽസും കിട്ടും. അങ്ങനെ കയറി വരിക. എവിടെയൊക്കെ പോകണമെന്നുള്ള ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഒറ്റയ്ക്കും വരാം. ഇവിടെ ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ ഉണ്ട്. ആ ഫോട്ടോ എടുപ്പൊക്കെ. എന്നിട്ട് നമ്മൾ താഴെ ഇറങ്ങി വരുമ്പോൾ ആൽബം സെറ്റ് ചെയ്ത് തരുന്ന സംഭവം അവരായി ഇരിക്കുന്നത്. ഒരു കൺട്രോളിൽ 4 പേർക്ക് ഇരിക്കാം. അപ്പോൾ നമ്മളിപ്പം കുറേ 4 പേര് നിൽപ്പുണ്ട്. 4 പേരായിട്ട് ഫ്രണ്ടിലോട്ട് പോകുന്നു. പേർക്കും ഇരിക്കാം. മിനിമം 4 പേരാന്ന് തോന്നുന്നു. 6 പേർക്കും ഇരിക്കാം. നമ്മുടെ ക്യാബിന് നമ്മുടെ കൂടെ 2 വെള്ളക്കാരുണ്ട്. സ്റ്റീപ്പായിട്ടാണ് കയറുന്നത്. ഇറക്കം ഭയങ്കര ഇറക്കം. ഈഗിൾ സ്കൈ വാക്ക്. നമ്മളങ്ങനെ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി ഇപ്പം മുകളിലത്തെ ആ ഒരു സ്റ്റേഷനിലെത്തി. ഒരു സമയത്ത് നമ്മളിവിടെ വന്നതാ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. നമ്മളങ്ങ് ദൂരെ കാണുന്ന ആ താഴേന്നാണ് ഇവിടോട്ട് ഈ കേബിൾ കാർ എടുത്ത് കയറി വന്നിരിക്കുന്നത്.
ഇത് ഓൾമോസ്റ്റ് ഇപ്പം 20 വർഷത്തോളമായി ഈ കേബിൾ കാർ തുടങ്ങിയിട്ടെന്നുള്ള 2004 എന്തോ തുടങ്ങിയതാണ്. ഇത് സെപ്പറേറ്റ് എൻട്രിയാണ്. ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിലൂടെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ 80 റിംഗിറ്റ് വേറെ കൊടുക്കണം. വലിയ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. അവിടെ ആ സ്കൈ ബ്രിഡ്ജിൻ്റെ അവിടെ കയറി നിൽക്കാൻ അവിടെ ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. പിന്നെ മേലോട്ട് പോവാണ് അടുത്ത പ്ലേസിലോട്ട്. നമ്മൾ ഈ കേബിൾ കാറിൽ ഏതാണ്ട് ഒരു അരമണിക്കൂർ, ഒരു 40 മിനിറ്റ് ഉള്ള ഒരു റൈഡുണ്ട്. ആ കാണുന്നതാണ് സ്കൈ ബ്രിഡ്ജ്. ആ ടോപ്പിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 20 വർഷം മുമ്പ് ഇവർ പ്ലാൻ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും എത്ര പ്ലാനിങ്ങോടുകൂടി ഇവർ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ലങ്കായവിയിൽ വരുന്നവർ ഇത് കാണാതെ പോകത്തില്ല എന്നുള്ളതാണ്. നമ്മളിവിടെ ഇറങ്ങി അടുത്ത ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതാണ്. കയറാം. അവിടെ ഒരു ഗ്ലൈഡ് ഉണ്ട്, അതുവഴി ഗ്ലൈഡ് ചെയ്തുമ്പോൾ ഒരു ഇതിൽ അതിന് പ്രത്യേകം വേറെ ഇതെടുക്കണം, 10 റിംഗറ്റ് ഇവിടെ. നിയർ അബൌട്ട് 2500 രൂപ ടിക്കറ്റ് വരും, ഇന്ത്യൻ റുപ്പീസ് ആണെങ്കിൽ. മറ്റാണെങ്കിൽ 2500 അല്ല, 3500. മറ്റാണെങ്കിൽ 200, 150 റിയാൽ. സ്റ്റെപ്പ് കയറി അടുത്ത പ്ലേസിലോട്ട് പോന്നു. വർഷങ്ങൾ മുമ്പ് രാഹുലും ചക്കുമായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇരുന്ന് ഫുഡ് കഴിച്ച് ഓർക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു ചെറിയ ഫോഗൊക്കെ ഫീൽ ചെയ്യും. ഇവിടെ ഒരു ബൈനോക്കുലറൊക്കെ ഉണ്ട് കാണാൻ. നല്ല കാറ്റാണ് ഇവിടെ. The oldest rock formation in Southeast Asia. താഴോട്ട് ഇറങ്ങിയിട്ട് അവരെ പോയി നോക്കാം. അവരപ്പുറം എവിടെയോ. അത്യാവശ്യം തണുപ്പുണ്ട്, കാറ്റുമുണ്ട്. എടുത്തു 4 പേർക്ക്. നമ്മൾ അങ്ങോട്ട് പോവാണ്. Thank you very much. Okay. Can come from the. ഈ ഒരു പാലത്തെ കൂടെ പോകാൻ പോകുന്നത്. ഇതിനു വേണ്ടിയാണ് പൈസ ഇപ്പോൾ കൊടുത്തത്. ഇതാണ്ട് ആ പെട്ടി, ആ സാധനം കണ്ടോ? ആ സാധനത്തിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ കയറ്റം കയറാതിരിക്കാൻ വേണ്ടി സ്കൈ ബ്രിഡ്ജിന് അങ്ങോട്ട് നമ്മളിപ്പോൾ ഇല്ല, നമുക്ക് നടന്ന് പോകാം കറങ്ങി. ആ നടന്ന് സ്റ്റെപ്പൊക്കെ കയറി പോകാതിരിക്കാനാണ് ഇത് ഈ ഷോർട്ട് കട്ട് എടുത്ത് ഇതുവഴി പോകുന്നത്. ഇത്രയും ദൂരം പോകുന്നതിന് 10 റിംഗറ്റ്. അത് കയറി 6 പേർക്ക് കയറി നിൽക്കാം. ഇറ്റ്സ് നോട്ട് ലിഫ്റ്റ്, താഴോട്ടിറങ്ങി പോയത്. ഇതാണ് ലെഫ്റ്റ് സൈഡിലെ വ്യൂ. വളരെ താഴ്ചയാണ്, സൂപ്പർ ക്ലൈമറ്റും. ചെറിയ ചാറ്റ. ഫ്ലോറ ആൻഡ് ഫോണ.
ഭയങ്കര റെയിൻ. നമ്മൾ ഇതിനകത്ത് വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് റെയിനായി. വെയിറ്റ് ചെയ്യേ പറ്റൂ. ഈ ബ്രിഡ്ജിൽ കൂടെ നടക്കുവാണ്. എത്രമാത്രം താഴ്ചയുണ്ടെന്ന് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഭയങ്കര താഴ്ചയാണ്. ഇതിനൊരു ചെറിയ ആട്ടവും കുലുക്കവും ഒക്കെ ഉണ്ട് ആൾക്കാർ നടന്നു പോകുമ്പോഴത്തേക്കും. ഇതാണ് സ്കൈ ബ്രിഡ്ജ്. ഒരു ചെറിയ ചാറ്റമഴയുണ്ട്. ഇവിടെ ഗ്ലാസിൻ്റെ ഒരു ചെറിയ സംഭവം വെച്ചിട്ടുണ്ട്. മഴയൊന്ന് ശമിച്ചപ്പോൾ നമ്മൾ പിന്നെ ഇറങ്ങി നടക്കുക. ഇതേ ബ്രിഡ്ജിൽ കൂടെ റിട്ടേൺ. കാഴ്ച ഉണ്ടോ? ഈ നടുക്കത്തെ ഇതുണ്ടോ? ഈ സാധനത്തെ പിടിച്ച് ഇത് വലിച്ച് മേലോട്ട് കൊണ്ടുവന്ന് ഇറക്കുന്നതും അതുപോലെ തന്നെ. കാറ്റേ ഭയങ്കര കാറ്റ്. നമ്മളങ്ങനെ മറ്റൊരു ബ്രിഡ്ജിന് മേലോട്ട് പോവാം. സ്കൈലൈൻ ഗൊണ്ടോള ഓരോന്നിൻ്റെയും ഇത് കൊടുത്തിട്ടുണ്ട്. ഗൂസ് മൗണ്ടൻ, അതുപോലെ നിഗീട്ട ജപ്പാൻ, സിംഗപ്പൂർ കേബിൾ കാർ, പിന്നെ അതുപോലെ എന്താ യാൻമെൻ ഷാൻ കേബിൾ കാർ ചൈന. ഇവിടെ താഴെ ഹോങ്കോങ്ങിൻ്റെ ഉണ്ട്, കാലിഫോർണിയയുടെ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ലണ്ടൻ്റെ ഉണ്ട്. ഇവിടെ വന്നിട്ട് മലേഷ്യ ജെൻഡിങ് കേബിൾ കാർ. കുറേ കേബിൾ കാറിനെ പറ്റി പറയുന്നു. കാണുന്നവർ ലവ് ലോക്ക്. ഇവിടെ ഓരോ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് കൊണ്ടുവന്ന് ലോക്ക് ചെയ്തിടാമെന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണിത്. മങ്കീസ്. ആൾക്കാർക്ക് വന്നിരുന്ന് ബർഗർ കഴിച്ച സ്ഥലമാണ്. ആലോട്ടനുണ്ടായിരുന്ന ആ സമയത്ത്. ഈ നിൽക്കുന്ന ഈ ഒരു പോഡിയം ഉണ്ടല്ലോ, ഇത് സ്കൈ ബ്രിഡ്ജിൻ്റെ അവിടെ തന്നെ സൗത്ത് പ്ലാറ്റ്ഫോം പറഞ്ഞിട്ട് ഒരു സ്റ്റേഷനാണ്, ടോപ്പ് സ്റ്റേഷൻ. ഇതേതാണ്ട് 2315 ഫീറ്റ് ഹൈറ്റിലാണ് സീ ലെവലിൽ നിന്ന്. അതായത് 706 മീറ്റർ. ഇങ്ങനെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. കാറ്റ് ഭയങ്കരമായ കാറ്റ്. 1-1.5 മണിക്കൂറൊക്കെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ്. കാറിലോട്ട് പോവോ? ഈ ബ്രിഡ്ജ് വരെ കിടന്ന് ആടുക. കേബിൾക്കാരിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയുള്ള തിരക്ക് ഭയങ്കരമാണ്. ആ വന്നവരൊക്കെ തിരിച്ച് ക്യൂ ചെയ്ത് നിൽക്കുക. എല്ലാം ഉണ്ടത്. ആടുന്നുണ്ട് കേട്ടോ. ആറ്റുണ്ടല്ലോ. ആൾക്കാർ പിന്നെ കയറി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആടിയാ വരുന്നത്. ഇത് കണ്ടോ. നമ്മളങ്ങനെ തിരികെ ഇറങ്ങുകയാണ്. നടന്നിറങ്ങി പോകാൻ തോന്നുന്നു. നോക്കാം, അങ്ങോട്ട് താഴോട്ട് സ്റ്റെപ്പ് ഉണ്ട്. ഭയങ്കര കാറ്റ്. അയ്യോ, ഇവന് ആടിയാ പോകുന്നത്. നല്ല ആട്ടോ. നമ്മൾ ക്യാമറയിൽ കൂടെ നോക്കിയാൽ മനസ്സിലാകത്തില്ല, പക്ഷെ ഭയങ്കര താഴ്ചയാണ്. അയ്യോ, എന്തുമാത്രം വലിയ കുഴിയാണ് ഇത്. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. നിന്ന് നിൽക്കുക എൻ്റെ മോനെ. ഇപ്പം മൂവ് ചെയ്യാൻ തുടങ്ങി. ഇതാ നമ്മൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ.
എത്ര ടൈപ്പ് ആടാ? ആടല്ല, അത് കുതിരയാ. കുതിരയോ? ആ, ഇതൊരു ഒട്ടാപ്പക്ഷി ഉണ്ട് ഇവിടെ, കണ്ടോ? കുതിരയുടെ പുറത്ത് പറയുന്നത്. ഒട്ടാപ്പക്ഷ കണ്ടോ? ഇതാണ്ട് As you journey near the base station, we extend our heartfelt gratitude for your presence. We'd love to share delight in captivating activities like the immersive 3D art. ചൂടായി ചൂടായി. Control. Finally, Finally we reached safely. Thank you. ആൾക്കാർ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നേരെ വരുന്ന സുവനീർ ഷോപ്പിലോട്ടാണ്. അതെല്ലായിടത്തും അങ്ങനെയാണ്. എല്ലാ ടൂറിസ്റ്റിക് സ്പോട്ടിലും അവർ ഈ രീതിയിലായിരിക്കും ക്രമീകരിച്ചിരിക്കുന്നത്. നേരെ വന്നിറങ്ങി നമ്മൾ ഇവിടുത്തെ ലങ്കാവിയുടെ തൊപ്പി, ലങ്കാവിയുടെ ടീഷർട്ട്, നല്ല സംഭവങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ട്. ഇവിടെ നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് വില കൂടുതലായിരിക്കും എന്നുള്ളത് എപ്പോഴും നമ്മൾ നോട്ട് ചെയ്യണം. ഇത്തരം പ്ലേസിൽ എന്തായാലും ഒരു 40% വില കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ വെളിയിലെത്തി. ഇവിടെ നിന്നായിരുന്നു നമ്മൾ അങ്ങോട്ട് കയറിപ്പോയത്. നമ്മൾ തിരികെ ഇവിടെ വന്ന് ഇറങ്ങി. ആൾക്കാരൊക്കെ പതുക്കെ പതുക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾ നമ്മുടെ ആ കേബിൾ കാറിലുണ്ടായിരുന്നു. അവരെല്ലാം താഴെ വന്നിട്ട് ജ്യൂസൊക്കെ കുടിച്ചിരിക്കുന്നു. ബായ്. നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നു. ഇവിടെ നിന്നും ഒരു 3/4 മണിക്കൂർ ഡ്രൈവ് ചെയ്താലാണ് നമുക്ക് അടുത്ത നമ്മളുടെ ജെറ്റ് സ്കി ഡ്രൈവ് അതിന് പോവാണ്. കുറേ നേരം ആ 7-Eleven കയറി ഒന്ന് വെള്ളം മേടിക്കാൻ വേണ്ടി. പക്ഷേ ആ ക്യാഷ്യറിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തിരിച്ചു പോകുന്നു. നമ്മളങ്ങനെ തിരികെ എല്ലാം കഴിഞ്ഞിട്ട് കാർ പാർക്കിങ്ങിലെത്തി. അടുത്ത പ്ലേസിലോട്ട് നമുക്ക് പോകാം. ചെറിയ ഫുഡ് ഔട്ട്ലെറ്റ്സ് ഇവിടെ ഉണ്ട്. എല്ലാം തുറന്നു വരുന്നേ ഉള്ളൂ. കാര്യം ഇപ്പോൾ രാവിലെ നമ്മൾ ആദ്യം തന്നെ ഇവിടെ എത്തിയതുകൊണ്ട് അങ്ങോട്ട് പോയപ്പം ഇതൊന്നും തുറന്നിട്ടേ ഇല്ല. ഇപ്പോൾ തുറന്നിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട്. ഇതാ ഇവിടെ നമ്മുടെ പാർക്കിംഗ്. നമ്മൾ വന്നപ്പോൾ പാർക്കിംഗ് ഒക്കെ എംപ്റ്റി ആയിരുന്നു. ഇപ്പോൾ ഫുള്ളായി. ഭയങ്കര കാറ്റ്. അത് കാരണം ഇപ്പോൾ തൽക്കാലത്തേക്ക് കേബിൾ കാർ നിർത്തി വെച്ചിരിക്കുക. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് അതവർ നിർത്തിയിരിക്കുന്നത് ഫോർ എ ടൈമിങ്, ടെമ്പററി. അടുത്ത യാത്ര നമുക്ക് കണ്ടൽക്കാട് കാണാനും അതുപോലെ തന്നെ സീയിൽ കൂടി നമുക്ക് ജെറ്റ് സ്കീയിൽ ഡ്രൈവ് ചെയ്ത് പോകാനുള്ള യാത്രയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.